ഞാൻ ഡോക്ടർ ബിനിയ ബെത്സൈദ ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു വീർമത, കണ്ണിനടിയിൽ ഒരു പഫിനെസ്, മുഖത്ത് ക്ഷീണം, ആകെ ഒരു വീർത്തിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെ ഉണ്ടാകാൻ ഉള്ള പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു വീർമതയ്ക്ക് ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് ശരിയല്ലാതെ വരിക എന്നുള്ളത്. എന്താണ് ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുന്നത്? ഡ്രെയിനേജ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഇപ്പം ഞങ്ങൾ ഇവിടെ എറണാകുളത്താണുള്ളത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കാനുകളൊന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആദ്യത്തെ മഴയ്ക്ക് തന്നെ വെള്ളം പൊങ്ങാനൊരു സാധ്യതയുണ്ട്. വെള്ളം കെട്ടിക്കിടന്നിട്ട് ഇങ്ങനെ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ സെക്രീഷൻസ്, അതായത് പലതരത്തിലുള്ള ദ്രാവകങ്ങളുണ്ട്, ഇത് കെട്ടിക്കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ പോകേണ്ട വഴി ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ശരീരത്തിൽ ആ ഭാഗത്ത് ഒരു സ്വെല്ലിങ് അല്ലെങ്കിൽ വീർമത ഉണ്ടാകും. അപ്പൊ അതാണ്, അങ്ങനെ ഒരു കാരണം കൊണ്ട് മാത്രം നമുക്ക് മുഖത്ത് ഇതേപോലെ തന്നെ സ്വെല്ലിങ് വരാം. ഇനിയിപ്പോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഉറക്കക്കുറവാവാം, സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ തെറ്റായ ഭക്ഷണ രീതികളായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് എന്തുണ്ടാകാം, ഈ ഒരു അവസ്ഥ വരാം. ചിലപ്പോൾ അലർജി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സൈനസൈറ്റിസ് കൊണ്ടായിരിക്കാം. പല റീസൺസ് കൊണ്ടും നമ്മുടെ ഈ ഒരു ഡ്രെയിനേജ് ശരിയായിട്ട് നടക്കാതിരിക്കാം. അപ്പൊ അതിനു വേണ്ടി ഈ ഡ്രെയിനേജ് കറക്റ്റ് ചെയ്യാനായിട്ട് അത് പോകുന്ന വഴി ശരിയാക്കുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വേറെ പല കാരണങ്ങളും കൊണ്ടും, ഇപ്പൊ കിഡ്നിയുടെ കണ്ടീഷൻ, ഹാർട്ടിന്റെ കണ്ടീഷൻ കൊണ്ടും ഒക്കെ ഇതേപോലെ തന്നെ നമ്മുടെ മുഖത്ത് സ്വെല്ലിംഗ് ഉണ്ടാകാം. അതിന് നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. പക്ഷേ ചില അലർജി ഉള്ള പേഷ്യൻസിൽ എപ്പോഴും മുഖം വീർത്തിരിക്കുന്നതും, കണ്ണൊക്കെ ഇങ്ങനെ ചെറിയ കണ്ണുകളായിട്ട്, കണ്ണിന്റെ ചുറ്റും പഫിനെസ്, അതേപോലെ തന്നെ നമ്മുടെ താടിയിലൊന്നും കാണാൻ കഴിയില്ല, വളരെ അധികം ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു 5 മിനിറ്റ്, നമ്മൾ 5 മുതൽ 10 മിനിറ്റ് വരെ രാവിലെ കുറച്ചു നേരം ഇതിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? അപ്പൊ അതിന് ഫേസ് മസാജർ ഉള്ളവർക്ക് ഫേസ് മസാജർ എടുക്കാം. അതിന് പല രീതിയിലുള്ള ഫേസ് മസാജേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഈ ഒരു മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നല്ല രീതിയിൽ ഇരുന്നിട്ട്, ചമമണഞ്ഞിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ നല്ലൊരു ഡീപ്പ് ബ്രീത്ത്, കൈകൾ രണ്ടും നമ്മുടെ വയറിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം നല്ല രീതിയിൽ മൂക്കിലൂടെ വളരെ പതുക്കെ നല്ല പോലെ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുക. അതേപോലെ വായിലൂടെ പതുക്കെ പുറത്തേക്ക് വിടുക. ആ ഒരു രീതിയിൽ തുടരുക. അതായത് മൂക്കിലൂടെ എടുത്ത് വായിലൂടെ ഡീപ്പ് ബ്രീത്ത് വിടുക. ഈ ഒരു അവസ്ഥയിൽ ഒരു 5ഓ 6ഓ പ്രാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ക്ലിയർ ചെയ്യാനുള്ള അടുത്ത എക്സർസൈസുകൾ നമ്മൾ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇപ്പൊ നമ്മുടെ മുഖത്ത് ഈ ഭാഗങ്ങളിൽ, അതേപോലെ തന്നെ നെറ്റി ഭാഗങ്ങളിലും ഉള്ള എല്ലാ ഡ്രെയിനേജും നടക്കുന്നത് താഴോട്ടാണ് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കോളർ ബോൺ, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളർ ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു ബോൺ, ഈ ഭാഗത്ത് കാണുന്ന നമ്മുടെ ഈ ഒരു ബോണിന്റെ ചുറ്റും നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു സർക്കുലർ മോഷനാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ മുഴുവൻ വിരലുകളും വെച്ച് നല്ല രീതിയിൽ ഒരു സർക്കുലർ മോഷൻ ഈ ഒരു ക്ലാവിക്കിളിന്റെ മുകളിൽ, 2 ക്ലാവിക്കിളിലും ഒരു 5-6 പ്രാവശ്യം നല്ലതുപോലെ ചെയ്തു കൊടുക്കാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് നടക്കേണ്ടത് നമ്മുടെ മുഖത്തു നിന്നും കറക്റ്റായിട്ട് താഴെ വരേണ്ടത് ചെവി ഭാഗത്തിൽ കൂടെ താഴേക്കാണ് വരേണ്ടത്. അപ്പൊ ആ ഭാഗം വഴി ക്ലിയർ ചെയ്ത് കൊടുക്കലാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ. പിന്നീട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ നമ്മുടെ കഴുത്തിന്റെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ കഴുത്ത് ഭാഗത്ത്, ചെവി ഭാഗത്ത് നിന്നും ഇങ്ങനെ താഴോട്ട്, ഒരിക്കലും മുകളിലോട്ട് പ്രഷർ കൊടുക്കരുത്, താഴോട്ട് നല്ല രീതിയിൽ, ഇപ്പൊ ഇങ്ങനെ കാണിച്ചു തരാം, ഈ രീതിയിൽ ക്ലാവിക്കിൾ വരെ നല്ല രീതിയിൽ മസാജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. താഴോട്ടാണ് മസാജ് ചെയ്യേണ്ടത്.
അത് ഒരു വഴിയാണ്. പിന്നെ വേണ്ടത് നമ്മുടെ താടിയെല്ലുകളുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താടിയെല്ലുകളുടെ ഇവിടെ നല്ല സ്വെല്ലിംഗ് ഉള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ ബാക്കിലോട്ട്, അതായത് ഇപ്പൊ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ബാക്കിലോട്ട് ചെവി ഭാഗത്തോട്ടാണ് നീക്കേണ്ടത്. അത് കഴിഞ്ഞ് താഴോട്ടും. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഭാഗത്ത് നിന്ന്, അതായത് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഒഴിയാനായിട്ട് ശ്രദ്ധിക്കുക. ഉള്ളിൽ നിന്ന്, ഉള്ള് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗമാണ് ഏറ്റവും ഉള്ള് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴിയണം. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്നും ചെവി ഭാഗത്തേക്ക് ഒഴിയാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ മസാജ്, ഒത്തിരി പ്രഷർ കൊടുത്ത് ചെയ്യേണ്ട, നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്താൽ മതിയാവും. അതേപോലെ തന്നെ പിന്നെ വേണ്ടത് കവിളുകളും അതേപോലെ തന്നെ സ്മൈൽ ലൈനും, അതായത് നമ്മൾ ചിരിക്കുമ്പം വരുന്ന ആ വര ഏത് ഭാഗത്താണോ ഇങ്ങനെ നമ്മൾ കൈ പിടിച്ചിട്ട് ഇതേപോലെ ചെവി ഭാഗത്തേക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നത് ഈ ഭാഗത്തെ നമ്മുടെ ഡ്രെയിനേജ് കറക്റ്റ് ചെയ്യാൻ നല്ലതാണ്. മുഖവും അതേപോലെ തന്നെ ഈ ഒരു സ്മൈൽ ലൈനും കൂടി ചേരുന്ന പോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ കണ്ണുകളുടെ അടിയിൽ പഫിനെസ് ഉള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ കാന്തൈ മുതൽ, കാന്തൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂർത്ത ഭാഗം തുടങ്ങി ബാക്കിലോട്ട് ഇങ്ങനെ ടെമ്പറൽ റീജിയനിലേക്ക്, ടെമ്പറൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തിനെയാണ് ടെമ്പറൽ റീജിയൻ എന്ന് പറയുന്നത്. അതേപോലെ നല്ല രീതിയിൽ ഒഴിഞ്ഞു കൊടുക്കുക. അതായത് കണ്ണിന്റെ അടിഭാഗത്ത് നിന്നും നല്ല രീതിയിൽ ബാക്കിലോട്ട് ഈ ഭാഗം വരെ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീക്ക്നെസ്സും, പിന്നെ ഫോർഹെഡും അതേപോലെ തന്നെ നെറ്റി ഭാഗത്ത് നിന്ന് നമ്മുടെ ടെമ്പറൽ റീജിയനിലേക്ക് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് രണ്ട് സൈഡും ചെയ്യണം. ഒരു 5 മുതൽ 10 പ്രാവശ്യം വരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പഫിനെസ്, വീർമത, സ്വെല്ലിംഗ് ഒക്കെ ഒഴിവാക്കാം. മാത്രവുമല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെച്ച് നമ്മുടെ ചെവി ഭാഗത്ത് നിന്നും താഴോട്ട്, അത് ഓരോ ഭാഗം വെച്ച് ചെയ്യുക. ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് നിന്നും താഴോട്ട് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ക്ലിയർ ആക്കി കൊടുക്കാം. അതിന്റെ ഡ്രെയിനേജ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ, നമ്മുടെ അലർജി കൊണ്ടുണ്ടാകുന്നത് സൈനസൈറ്റിസ്, ഉറക്കക്കുറവ്, സമ്മർദ്ദം, ഹോർമോണൽ ഇംബാലൻസസ് വരെ വ്യത്യാസപ്പെടുന്നത് കാണാം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ മാക്സിമം ഉറക്കമില്ലായ്മ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ് ഒഴിവാക്കാൻ യോഗ, മെഡിറ്റേഷൻ ഒക്കെ പാലിക്കാനായിട്ട് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക. ഉപ്പ് കൂടുതലുള്ള ആൾക്കാർക്ക് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉപ്പ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഒരു ചെറിയ എക്സർസൈസ് ഒക്കെ ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ ഒരു 30 മിനിറ്റ് നടക്കുകയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പഫിനെസ്സും വീർമതയും രാവിലെ നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവർക്ക് ശരിയായിട്ടുള്ള ഒരു വെയിറ്റ് കൂടിയ ആളുകളല്ല, മുഖത്ത് മാത്രം വല്ലാണ്ട് ഇങ്ങനെ ഒരു രോഗിയെ പോലെ ഇരിക്കും. കാരണം വീർമത കൊണ്ട് ഒരു രോഗിയുടെ അവസ്ഥ ഉള്ള ആളുകൾ ഈ ഒരു 10 മിനിറ്റ് ഈ ഒരു എക്സർസൈസ്, ഫേസ് യോഗ എന്ന് വിചാരിക്കാം. പക്ഷെ ഫേസ് യോഗയല്ല, ഇത് ശരിക്കും ഡ്രെയിനേജ് ക്ലിയർ ആക്കേണ്ടതാണ്. ഇത് നമുക്ക് മസാജർ വെച്ചും ചെയ്യാം. ഗുവാഷ എന്ന് പറഞ്ഞ പലതരത്തിലുള്ള ടൂൾസ്, ഫേസ് മസാജേഴ്സ് പോലത്തെ പലതും അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് ടൂൾ വെച്ചും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൈകൾ വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ബെറ്റർ ആവുന്നത് കാണാം. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്